ഹലോ എവ്രി വൺ. നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് പ്രവാസികളായിട്ട് മാറി നിൽക്കുമ്പോൾ ഓരോ പരിപാടികൾ നാട്ടിൽ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പ്രത്യേകിച്ച് നമുക്ക് നല്ല ഹോം സിക്നെസ്സും ഹോം ടൗൺ സിക്നെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ നമ്മുടെ ഇക്കൊല്ലത്തെ കലോത്സവം തൃശ്ശൂർ ജില്ലയിൽ നടന്നപ്പോൾ ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി, പക്ഷേ സങ്കടം ഉണ്ടായി അത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അതുപോലത്തെ കുറച്ച് പരിപാടികൾ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനത്തെ പരിപാടി കാണാനാണ് പോകുന്നതെന്ന്. തക്സിം പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെയാണെങ്കിൽ അവർ ആദ്യം തന്നെ ഒരു കോംപ്ലിമെൻ്ററി സൂപ്പ് തന്നു. നല്ല സൂപ്പായിരുന്നു. പക്ഷെ അത് കഴിച്ചതോടുകൂടി എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ രണ്ടാളുടെയും കണ്ണ് തള്ളിപ്പോയി. കാരണം ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മുഴുവൻ കഴിച്ചു തീർത്തു തോന്നുന്നുണ്ടെങ്കിലും നമുക്കത് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്യാനാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് എന്നെ സർപ്രൈസായിട്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇത് അവിടുത്തെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ പുറത്തിരുന്നിട്ട് ഓപ്പൺ എയറിൽ എല്ലാവരും പരിപാടി കാണുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പരിപാടി അവിടെയാണ് നടക്കണമെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പുറത്തൊരു സ്ക്രീൻ ഇട്ടിരിക്കുന്നതാണെന്ന്. ആക്ച്വൽ പരിപാടി എവിടെയാണെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരുന്നു പരിപാടി. അങ്ങനെ നമ്മൾ ബാൽക്കണിയിൽ പോയി ചെന്ന് നിന്നു. നല്ലോണം ഓഡിയൻസ് ഉണ്ടായിരുന്നു. നല്ല ഓഡിയൻസും ആയിരുന്നു. കാരണം എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് അവർ നല്ലോണം ചെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് താഴെയൊന്നും സീറ്റ് കിട്ടാണ്ട് നമ്മൾ ബാൽക്കണിയിൽ പോയി. അവിടെയും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രണ്ടിൽ തന്നെ നിന്ന് നല്ലോണം കാണാനായിട്ട് പറ്റി. ഇത് ഇന്ത്യൻ കോൺസുലേറ്റ് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. നമ്മൾ ചെന്ന് ഒരു 2-3 ഐറ്റം ഒപ്പന തന്നെയായിരുന്നു. അപ്പോൾ ഒരു മൂന്നാമത്തെ ഒപ്പനയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു പോവാം, ബോറടിക്കണമെന്ന്. കാരണം നമുക്ക് വെറൈറ്റി സാധനങ്ങൾ വേണമല്ലോ. പിന്നെ അങ്ങോട്ട് വെറൈറ്റിയുടെ ചാകരയായിരുന്നു. ഇതൊരു അറബിക് ഫോക്ക് സോങ് ആൻഡ് ഡാൻസ് ആണ്. ഫിഷർമാൻ സോങ് ആണ്. അൽബഹേന്ന് എന്തോ ആണ് അവർ പേര് പറഞ്ഞത്. നല്ലൊരു താളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഓഡിയൻസ് ആയിരുന്നു എന്ന്. എല്ലാ പ്രോഗ്രാമിനും ശേഷം നല്ല കയ്യടിയും ബഹളമായിരുന്നു. പിന്നെ വന്നത് ഒരു കഥക് ഡാൻസ് ആയിരുന്നു. അതിനുശേഷം ഗുജറാത്തിയും ഒഡീസിയും അറബിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സൂഫി ഡാൻസ് ആയിരുന്നു. അതായിരുന്നു നമ്മൾ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ തന്നെ 12-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ